നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസത്തിൽ മേടൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ മേടത്തിൻ്റെ 2ാം ഭാവത്തിൽ ഓഗസ്റ്റ് 1 വരെ സ്ഥിതി ചെയ്യുന്നു. 6ാം ഭാവാധിപനായ ബുധൻ ജൂലൈ 7 വരെ 2ാം ഭാവത്തിലും ശേഷം 3ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. ഇതിൻ്റെ ഫലമായി വിശ്രമക്കുറവ്, ടെൻഷൻ, ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയും BP, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല ഉറക്കവും വ്യായാമവും അത്യാവശ്യമാണ്. 5ാം ഭാവാധിപനായ സൂര്യൻ മേടൻ രാശിയുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. സൂര്യൻ്റെ ഈ സ്ഥിതി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ഫലമായിരിക്കും നൽകുന്നത്. അധ്യാപകരുടെ മുന്നിൽ പഠന കാര്യങ്ങളിൽ കൃത്യത പാലിക്കാനും ബഹുമാനപ്രാപ്തി ലഭിക്കാനും കഴിയും. മനസ്സുഖവും സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കും. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഗവേഷണം നടത്തുന്നവർക്ക് പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാനും കഴിയും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വേണം ഇവ സമർപ്പിക്കാനെന്ന് ഓർക്കുക. 10ാം ഭാവാധിപനായ ശനി വ്യയസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തൊഴിൽപരമായി ദൂരയാത്രകളും പ്രവർത്തന ക്ലേശങ്ങളും വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. IT, സോഫ്റ്റ്വെയർ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. MNC പോലെയുള്ള കമ്പനികളിൽ ജോലി സാധ്യത ഉണ്ടാകും. 7ാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 1 വരെ മേടത്തിൻ്റെ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ബിസിനസ്സിൽ പുരോഗതി വർദ്ധിക്കും. ധനലാഭം ഉണ്ടാകും. പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കും. ഇതിൽ സ്ത്രീകളും ഉൾപ്പെടും. വാഹന വ്യാപാരം, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് സർവീസ് സെൻ്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ എന്നിവ നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. ധാരാളം ഓഫറുകളും ലഭിക്കും. പ്രണയത്തിൽ അകൽച്ച സംഭവിച്ചവർക്ക് അടുക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും കഴിയുന്ന സമയമാണ്. വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. അകന്നിരിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും വിവാഹം നിശ്ചയിക്കാൻ കഴിയുകയും ചെയ്യും. കൂടാതെ വ്യാഴത്തിൻ്റെ ജൂൺ 2-നുള്ള സുഖസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം നിങ്ങൾക്ക് കുടുംബത്തിൽ സുഖവും സന്തോഷവും ധനവും നൽകുന്നു. ശനിദോഷ പരിഹാരത്തിനായി നീരാഞ്ജനം കൂടി നടത്തുക.